ഫ്രണ്ട്സ്, കനറ ബാങ്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കനറ ബാങ്കിൻ്റെ തന്നെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള കനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ DPRM ട്രെയിനി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു ഗൂഗിൾ ഫോമാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇതിലേക്കുള്ള സാലറി തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. നോട്ടിഫിക്കേഷനൊക്കെ മിസ്സായി പോകും. നിങ്ങൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുക നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുക. നമ്മൾ ഡെയിലി 2 വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഡെയിലി നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ മാറ്റി വെക്കാറുള്ളൂ. അധികം നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ ദിവസവും മിനിമം 2 വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നിങ്ങൾക്ക് കാണാം. ഈ പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് DPRM ട്രെയിനി എന്ന് പറയുന്നതാണ്. നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ ആ ഒരു ജോബ് ഏരിയാസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അതെന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 to 2 ഇയർ ആണ്. 0 to 2 ഇയർ ആയതുകൊണ്ട് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ CTC അതായത് ഇതിലേക്ക് സാലറി ആയിട്ട് നമ്മൾ പറയുന്നത് 18,000 പെർ മന്ത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ഫിക്സ്ഡ് 18,000 പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ലൊരു തുക ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡസ്ട്രി ടൈപ്പ് ബ്രോക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഫങ്ഷണൽ ഏരിയ വരുന്ന ഫൈനാൻഷ്യൽ സർവീസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ്. അപ്പോൾ ഇനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഇനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏത് സബ്ജക്റ്റായാലും ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ വിവിധ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരം ഇവിടെ കാണാം. ഇപ്പോൾ നമുക്ക് സർക്കിൾ വൈസ് അല്ലെങ്കിൽ അവിടെ കാണാം നിങ്ങൾക്ക് റീജിയണൽ ഓഫീസ് അല്ലെങ്കിൽ സർക്കിൾ ഓഫീസുകളാണ്. ഇവിടെ ജോബ് ലൊക്കേഷനാണ് റൈറ്റ് സൈഡ് വരുന്ന കോളം. അപ്പോൾ നമുക്ക് ഇവിടെ കോഴിക്കോടുണ്ട്. കോഴിക്കോട് എന്താണ് നമുക്ക് ഈ പറയുന്ന സർക്കിൾ ഓഫീസ് അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് നമുക്ക് കോഴിക്കോട് വരുന്നത്. അവിടെ നമുക്ക് 2 ജില്ലയിലായിട്ടാണ്, മലപ്പുറം പാലക്കാട് വേക്കൻസി ഉണ്ട്. പിന്നെ തിരുവനന്തപുരം ആകുമ്പോൾ നമുക്ക് എറണാകുളം, കൊല്ലം, തൃശ്ശൂർ ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ നോക്കണം, അങ്ങനെ എന്താണ് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും അവർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിലേക്ക് ഏജ് ലിമിറ്റോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ കനറ ബാങ്കിൻ്റെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈ പറയുന്ന കനറ ബാങ്ക് സെക്യൂരിറ്റി ലിമിറ്റഡ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഈ സൈറ്റ് ത്രൂ ആണ് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലാണ് നിങ്ങൾ എത്തുക. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ GOC Legiland ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് വരാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും. ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് ഇവിടെ കേരള ജോബ്സിൻ്റെ കൂടെ കാണാം അപ്ലൈ നോ ഫോർ കനറ ബാങ്ക് സെക്യൂരിറ്റീസ് ട്രെയിനി എന്ന് പറയുന്നത് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ഒരു പോസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴോട്ട് ഏറ്റവും താഴോട്ട് കാണാം നോട്ടിഫിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഓപ്പൺ ആക്കാം. ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളിതാ ഇവിടെ കനറ ബാങ്ക് സെക്യൂരിറ്റി ലിമിറ്റഡിൻ്റെ ആ ഒരു ഗൂഗിൾ ഫോം ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 31/5/2025 അത് മെയ് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ മെയിൽ ID നമ്മളിവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് പ്രോപ്പറായിട്ട് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ CV നമ്മൾ ഇതിലേക്ക് PDF മാക്സിമം ഫയൽ സൈസ് 1 MB പറ്റുള്ളൂ. PDF നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം, ആഡ് ഫയൽ എന്ന് കൊടുത്തിട്ട്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ആ ഒരു മെയിലിലേക്ക് വരുന്നതിനായിട്ട് വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത് നിർബന്ധമല്ല കേട്ടോ, വേണമെങ്കിൽ മതി. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ ഇതിൻ്റെ അപേക്ഷ കംപ്ലീറ്റ് ആവും. നമുക്കിതിൽ ഒരു പേജാണുള്ളത് എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സാധാരണ ഇവിടെ കാണിക്കാറുണ്ട് ഔട്ട് ഓഫ് എത്ര പേജ് ഉണ്ടെന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എത്രയേ ഉള്ളൂ. അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/5/2025 ഇതിൽ ഏജ് ഒരു മാനദണ്ഡം അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വരെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ മറ്റൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചാറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്